ഇപ്പോൾ ബേപ്പൂർ അദ്ദേഹം ജനുവരി മുതലാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതേസമയം അതിന് മുമ്പുള്ള മുഹമ്മദ് റിയാസ് കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ MLA ആണ്. അദ്ദേഹത്തിന് അപ്പോൾ അവിടെയുള്ള എല്ലാ പരിപാടികൾക്കും പോകാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരാൾ തന്നെയാണ്. PV അൻവർ ഈ കഴിഞ്ഞ 3.5 മാസം പ്രവർത്തിച്ചിട്ട് ഇത്രയും ആത്മവിശ്വാസം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അദ്ദേഹത്തിൻ്റെ ധൈര്യം, 2 അദ്ദേഹത്തിൻ്റെ ആ പ്രദേശത്തെ വോട്ടർമാരിലുള്ള ഒരു വിശ്വാസവുമാണ്. അപ്പോൾ PV അൻവറാണ് ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ കേരളത്തിൽ. ഇനി 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് VD സതീശനാണ്. കാരണം VD സതീശൻ വളരെ മുമ്പേ തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ നേതൃത്വം നൽകുന്ന UDF 100 സീറ്റ് നേടും, 100 സീറ്റ് നേടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് വളരെ ദൃഢമായിട്ട് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി മാത്രമല്ല, UDFൻ്റെ നേതൃത്വം നൽകുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ PV അൻവർ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ വിജയത്തെപ്പറ്റിയല്ല, അദ്ദേഹം നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ മുന്നണി 100 സീറ്റ് നേടും, നേടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയം നിർത്തുമെന്നൊക്കെ വളരെ മുമ്പേ തന്നെ പ്രഖ്യാപിച്ചു. വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇന്നൊരു മാറ്റവും പുള്ളി വരുത്തിയിട്ടുമില്ല എന്നുള്ളത് ആത്മവിശ്വാസത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുള്ള ആളുകളുടെ, സ്ഥാനാർത്ഥികളുടെ മുന്നണിക്ക് ആളുകൾ വോട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം